മലയാളത്തിൽ സെൻസേഷണലായ ചിത്രമാണ് 2022-ൽ പുറത്തുവന്ന തല്ലുമാല. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊവിനോ തോമസാണ് നായകനായത്. പലതരം തല്ലിനെ ആസ്പദമാക്കി അതെല്ലാം കോർത്തിണക്കി വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമയെ ആക്ഷൻ സിനിമകളിൽ മലയാളത്തിലെ നാഴികക്കല്ലായാണ് പലരും വിലയിരുത്തിയത്. കല്യാണി പ്രിയദർശൻ നായികയായ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ, ലുക്മാൻ, അദ്രി ജോ, ഓസ്റ്റിൻ, ബിനു പപ്പു, സ്വാതി ദാസ് പ്രഭു എന്നിവരുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിന് പുറത്തേക്കും ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ ദുൽഖർ സൽമാനാണ് നായകനായിരുന്നെങ്കിലോ? അത്തരമൊരു ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. തല്ലുമാല പോസ്റ്ററുകളിൽ ടൊവിനോയ്ക്ക് പകരം ദുൽഖറിന്റെ മുഖം ഉൾപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഇതോടൊപ്പം ഇരുവരുടെയും ആരാധകരും രണ്ട് തട്ടിലായിട്ടുണ്ട്. ദുൽഖറായിരുന്നു മികച്ചതെന്നും അതല്ല, മറ്റാരെയും സങ്കൽപ്പിക്കാനാവാത്ത വിധം ടൊവിനോ മികച്ചതാക്കിയെന്നും ഇരുവിഭാഗവും വാദിക്കുന്നു. ടൊവിനോ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ച കഥാപാത്രമാണെന്നു പോസ്റ്ററുകളിൽ ദുൽഖറും നന്നായി ചേരുന്നുവെന്നും പറയുന്നവരുണ്ട്. സത്യത്തിൽ ആദ്യം തല്ലുമാല എത്തിയത് ദുൽഖറിലേക്കായിരുന്നു. അതേസമയം ഒരു ആക്ഷൻ പടത്തിലൂടെ തന്നെ ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിമാണ് ഇനി മലയാളത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന ദുൽഖർ ചിത്രം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ശ്രദ്ധ നേടിയിരുന്നു.